റാപ്പർ വേടന്റെ സംഗീത പരിപാടിയിൽ തിക്കും തിരക്കുമുണ്ടായി. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പോലീസ് ഇടപെട്ടാണ് ഈ പരിപാടി അവസാനിച്ചത്. പരിപാടിക്കെത്തിയ 19കാരൻ റെയിൽപാളം മുറിച്ചു കടക്കുന്നതിനിടെ ട്രെയിൻ തട്ടി മരിച്ചു. അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട്. ഇതിനിടയ്ക്ക് പൊയിനാച്ചി സ്വദേശിയായ ശിവാനന്ദയാണ് മരിച്ചത്. എന്ത് പറ്റി അവിടെ? എന്ത് പറ്റി? ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാ? ആ അമ്മേനെ അവിടെ നിന്ന് മാറ്റി, ആ അമ്മേനെ അവിടെ നിന്ന് മാറ്റ്, ആ അമ്മേനെയും സ്ത്രീകളെയും അവിടെ നിന്ന് മാറ്റ്. നിക്ക് 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 ബേജാറാവില്ല. ആരെ വീണാക്കണേ? ആ അമ്മേനെ അവിടെ നിന്ന് മാറ്റിയേ, ആ അമ്മേനെ അവിടെ നിന്ന് മാറ്റി, അമ്മേനെ പുറത്തേക്ക് വിട്. അമ്മ കാരണം ആ അമ്മേനെ അവിടെ നിന്ന് മാറ്റ്. അമ്മ എന്തിനാ തിക്കിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ വന്നിക്കണേ? സാരംഗ് സുരേഷ് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാരംഗ്, ഗുഡ് മോർണിംഗ്. ആ തിരക്കൊക്കെ കണ്ടിട്ട് വേടൻ സംസാരിക്കുന്നത് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതൊക്കെയാണ് കണ്ടത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ക്രമീകരണങ്ങളിലൊക്കെ പാളിച്ചകൾ ഉണ്ടാകാൻ ഉള്ള കാരണം എന്തായിരുന്നു? അത്രത്തോളം വലിയ ആൾക്കാരുണ്ടാകും, സ്വാഭാവികമാണ്, വേടന്റെ പരിപാടിയാണ്. എന്താണ് ആ സമയം സംഭവിച്ചത്? അത് കഴിഞ്ഞ് മറ്റൊരു വേദനിപ്പിക്കുന്ന ഒരു അപകടം കൂടി ഉണ്ടായിട്ടുണ്ടല്ലോ. യഥാർത്ഥത്തിൽ വേടനെ പോലുള്ള ഒരു പ്രശസ്തനായ ഒരു ഗായകന് പാടാൻ കഴിയുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു ഭൗതിക സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ഇവിടെ സ്റ്റേജ് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ വലിയൊരു റാമ്പ്, ഇത്തരത്തിൽ വേടൻ ആളുകളുമായൊക്കെ തന്നെ ഇത്തരത്തിൽ സംസാരിച്ചുകൊണ്ട് തന്നെ പാടാൻ അല്ലെങ്കിൽ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പാടാനുള്ള സൗകര്യമൊക്കെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് VIP സീറ്റുകളൊക്കെ തന്നെ നമുക്ക് ടിക്കറ്റ് എടുത്ത് ആളുകൾ കാണുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് സാധാരണക്കാർ, ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സാധാരണക്കാർക്ക് കാണാനായി ഇവിടെ ഒരുക്കിയിട്ടുള്ള ഒരു മേഖലയ്ക്കകത്താണ്. ആ ഒരു മേഖലയ്ക്കകത്ത് ആണ് ഇന്നലെ ഇത്തരത്തിൽ തിക്കും തിരക്കും ഉണ്ടാവുന്ന ഒരു സംഭവം ഉണ്ടാവുന്നത്. ഇപ്പോൾ ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് BRDCയുടെ സംഘാടകരായ BRDCയുടെയോ അല്ലെങ്കിൽ ടൂറിസം വകുപ്പിന്റെ ഭാഗത്ത് നിന്നോ ഔദ്യോഗികമായ ഇത്തരത്തിലുള്ള ഒരു മറുപടി ഉണ്ടായില്ല. ഇപ്പോൾ ഇവിടെയുള്ള സുരക്ഷാ ജീവനക്കാരിൽ ചിലർ മാധ്യമ പ്രവർത്തകരെ പോലും തടയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഉണ്ടാവുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഔദ്യോഗികമായി BRDCയുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗികമായി ഈ സംഘാടകരുടെ ഭാഗത്ത് നിന്നൊന്നും യാതൊരു തരത്തിലുള്ള മറുപടിയും ലഭിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ എത്തിയ മാധ്യമ പ്രവർത്തകർക്ക് നേരെ പോലും ഇത്തരത്തിൽ കയ്യേറ്റം എന്നുള്ള രീതിയിലേക്ക് പോലും വരുന്ന രീതിയിലേക്കാണ് ചില സുരക്ഷാ ജീവനക്കാർ ഇടപെടുന്നത്. എന്തായാലും ഇതിൽ ഇപ്പോൾ കേവലം 6 പേർക്ക് മാത്രമാണ് ഇത്തരത്തിൽ ഇവിടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നാണ് പോലീസിന്റെ ഭാഷ്യം. എന്നാൽ അത് എത്രത്തോളം വിശ്വസിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമുക്ക് സംശയമുള്ളത്. കാരണം 15ഓളം ആളുകളാണ് ഇത്തരത്തിൽ ആശുപത്രിയിൽ എത്തിയതെന്നാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിച്ച വിവരം. ഇതിനിടയിലാണ് ഏറെ ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. ആദ്യത്തെ സംഭവം മുൻപ് പാലക്കാടും ഇതേപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വേടന്റെ പരിപാടിയാണ്, ഒരുപാട് ആൾക്കാരെത്തും, അത്രത്തോളം വലിയ ക്രമീകരണങ്ങളൊക്കെ വേണ്ട ഒരു ഇടമാണ്. ആ പ്രദേശത്ത് ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ നിൽക്കാൻ പാകത്തിനുള്ള ആൾക്കാർക്ക് വേണ്ടുന്ന അത്രയും ക്രമീകരണങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണോ അത്? എനിക്ക് തൊട്ടരികിലായി നിൽക്കുന്ന ആ ഒരു മേഖല നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്ന ഒരു ഭാഗത്ത് അറബിക്കടലാണ്. അതിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന നേരെ വിപരീത ദിശയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് റെയിൽവേ പാലമാണ്. ഇത്തരത്തിൽ ഇവിടെ ഇപ്പോൾ നമുക്ക് തകർന്നു വീണ ബാരിക്കേഡുകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മേഖല, ഈ ഒരു ഗ്രൗണ്ടിനെ ഈ തുറസായ ഒരു മേഖലയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇതിലധികം ആളുകളാണ് എത്തിയതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരിപാടിയുടെ 4 ദിവസം മുൻപ് വരെ 5000-ലധികം ടിക്കറ്റുകൾ വിറ്റുപോയി എന്നതാണ് ഔദ്യോഗികമായി ഈ പരിപാടിയുടെ സംഘാടകർ തന്നെ മാധ്യമങ്ങളെ അറിയിച്ചത്. അതിനുശേഷം കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തുന്നു. അതോടൊപ്പം തന്നെ സ്ത്രീകളും കുട്ടികളും വലിയ രീതിയിൽ തന്നെ ഇവിടെ എത്തിയിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അത്രത്തോളം വലിയൊരു ദുരന്തമായി മാറാതിരുന്നത് എന്തോ ഒരു രീതിയിൽ, കാരണം കൃത്യമായ രീതിയിൽ പോലീസ് സന്നാഹം കൂടി ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. ഏകദേശം 300-ലധികം പോലീസുകാരെ തന്നെ ഇവിടെ സുരക്ഷാ ഡ്യൂട്ടിക്കായി വിനിയോഗിച്ചിരുന്നു. എന്നാലും അവർക്ക് പോലും കൈകാര്യം ചെയ്യാവുന്നതിലധികം ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നത്. വലിയ തോതിൽ തന്നെ ഒരു സുരക്ഷാ ഭീഷണി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വീഴ്ച ഉണ്ടായി എന്ന് സംഘാടകരുടെ ഭാഗത്ത് കാര്യമായി ഉണ്ടായി എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. കാരണം അവിടെ നിൽക്കുന്ന സുരക്ഷാ ജീവനക്കാർ അവർ തർക്കിക്കാനുള്ള കാരണം എന്താണ് സാരംഗേ?
സുരക്ഷാ ജീവനക്കാർ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇവിടെ ഈ സംഘാടകരുടെ മേലധികാരികൾ അല്ലെങ്കിൽ സംഘാടകരിൽ നിന്നോ അല്ലെങ്കിൽ BRDC അല്ലെങ്കിൽ ഈ ഒരു ബീച്ച് ബേക്കൽ ബീച്ച് പാർക്ക് അതോടൊപ്പം തന്നെ സമീപത്തുള്ള റെഡ് മൂൺ പാർക്ക് എന്നൊക്കെ പറയുന്നത് മുൻപ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ലീസിന് നൽകിയ ഇത്തരത്തിൽ ടൂറിസം ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ടൂറിസം വികസനത്തിനും ജനങ്ങളുടെയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വികസനത്തിനൊക്കെ തന്നെയായി ലീസിന് നൽകിയ 2 പ്രധാനപ്പെട്ട ബീച്ചുകളാണ്. അപ്പോൾ അത്തരത്തിൽ ഇതിന്റെ ചുമതലക്കാരായിട്ടുള്ള ആളുകളെ ഒക്കെ തന്നെ കണ്ടതിന് ശേഷം വേണം ഇത്തരത്തിലൊരു അപകടം നടന്ന സ്ഥലത്ത് എത്തേണ്ടത് എന്നാണ് സുരക്ഷാ ജീവനക്കാരിൽ ചിലർ അവകാശപ്പെടുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഇവരുടെ മേലധികാരികളുടെ ഭാഗത്തു നിന്നും തന്നെ അത്തരത്തിലുള്ള പെരുമാറ്റമോ ഇടപെടലുകളോ ഒന്നും തന്നെ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നതിനാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇനി ഇതൊരു പാഠമാണ്. കാരണം ഇത്തരത്തിൽ വലിയൊരു പരിപാടി, കാരണം ആളുകളൊക്കെ തന്നെ കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും തന്നെ ഒഴുകിയെത്തുന്ന ഒരു പരിപാടി എങ്ങനെ സംഘടിപ്പിക്കാം. ശരിയാണ്. സാരംഗാണ് ആ സംഭവ സ്ഥലത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.